നമസ്കാരം. ഇടുക്കിയിലെ CPIയുടെ മുഖമാണ് കെ ശിവരാമൻ. മൂന്നാർ കയ്യേറ്റമടക്കം എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുള്ളയാൾ. MM മണിയടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ കടന്നാക്രമിക്കുമ്പോഴും CPIക്ക് പ്രതിരോധം തീർത്തിട്ടുണ്ട് കെ ശിവരാമൻ. പാർട്ടിക്കകത്തും തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ മടി കാണിച്ചിട്ടില്ല. ഒടുവിലിപ്പോൾ LDF ജില്ലാ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ കെ ശിവരാമന് എന്താണ് പറയാനുള്ളത്? റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക് ശ്രീ കെ ശിവരാമൻ, സ്വാഗതം. ശ്രീ ശിവരാമൻ, ഞാൻ സ്മൃതി പരുത്തിക്കാട്, എന്നോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണനാണുള്ളത്. നമസ്കാരം. നമസ്കാരം, രണ്ടുപേർക്കും നമസ്കാരം. ശ്രീ കെ ശിവരാമൻ, താങ്കളെ LDFന്റെ ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ മാത്രമല്ല ഒഴിവായത്. പറഞ്ഞോളൂ. തീർച്ചയായും അങ്ങേ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് പ്രത്യേകമായി കേരളം ശ്രദ്ധിക്കാനൊരു കാരണമുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കളെ മാത്രമല്ല, പാർട്ടിയുടെ നയമാണ് ജില്ലാ സെക്രട്ടറിമാർ തന്നെ കൺവീനർ സ്ഥാനവും വഹിക്കട്ടെ എന്നുള്ളത്. ആ വിശദീകരണമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീ ശിവരാമൻ താങ്കളെ മാറ്റിയത് ഒരു വാർത്താ പ്രാധാന്യം നേടിയത്? പലപ്പോഴും താങ്കൾ വളരെ ഉച്ചത്തിൽ തന്നെ പാർട്ടിയോടുള്ള, മുന്നണിയോടുള്ള, സർക്കാരിനോടുള്ള പല കാര്യങ്ങളിലും ഉള്ള വിയോജിപ്പുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ കെ ശിവരാമനെ മാറ്റുന്നത് വഴി ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ അമർച്ച ചെയ്യുന്നൊരു സമീപനത്തിലേക്ക് CPIയും LDFും എത്തുകയാണോ ചെയ്യുന്നത്? അത് ശരിയല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാടിനുള്ളിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. അത് ചിലപ്പോഴെല്ലാം വിവാദങ്ങളായിട്ടുണ്ടാവാം. അത് എൻ്റെ കുറ്റമല്ല. അതാണ് ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂമി പ്രശ്നം. ജില്ലയിലെ കയ്യേറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും ഒരേ നിലപാടാണ്. ആ നിലപാടിനനുസൃതമായ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ വരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ബോധപൂർവമല്ല, സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ പാർട്ടിക്ക് ഈ കയ്യേറ്റ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. 2007 തന്നെ, അന്ന് മൂന്നാർ ഓപ്പറേഷൻ്റെ കാര്യത്ത്, VSൻ്റെ കാര്യത്ത് തന്നെ പാർട്ടി ജില്ലാ കൗൺസിൽ തന്നെ ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ചിലതെല്ലാം വാർത്താ പ്രാധാന്യം കൈവരിച്ചു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയില്ല. അല്ല, നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു പ്രശ്നം, ആ വോട്ടെടുപ്പ് ദിവസം LDFൻ്റെ സംസ്ഥാന കൺവീനറായിരുന്ന EP ജയരാജൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമല്ല, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞ കാര്യം. അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നൊക്കെ. നോക്കൂ, വോട്ടെടുപ്പിൻ്റെ ദിവസമാണ്. അത്തരത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ LDFൻ്റെ സംസ്ഥാന കൺവീനർ ആ സ്ഥാനത്ത് തന്നെ തുടരുകയും, എന്നാൽ താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ തന്നെ നിലപാടുകളിൽ ചില വീഴ്ചകൾ വരുമ്പോൾ അത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആണ് താങ്കളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളെ, അതായത് ക്രിയാത്മകമായ വിമർശനങ്ങളോട് എതിർ നിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് CPIക്ക് മാത്രം വലിയൊരു കടുത്ത LDF ഉത്തരവാദിത്വമുണ്ടായി മാറുന്നത്? അല്ല, CPI എൻ്റെ അഭിപ്രായങ്ങളെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടുമില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് ദിവസം LDFൻ്റെ സംസ്ഥാന കൺവീനർ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം, അത് സംബന്ധിച്ച് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് മെമ്പർ പ്രകാശ് ബാബു തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട ആളെയല്ല. അല്ല, അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമ്പോൾ, അതായത് ഞാനതാണ് സൂചിപ്പിച്ചത്, ഒരു സംസ്ഥാനത്തെ LDFനെ വോട്ടെടുപ്പ് ദിവസം വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചയാൾ സംസ്ഥാന കൺവീനറായി തുടരുമ്പോൾ
LDFിൻ്റെ നയങ്ങൾ തന്നെ അവിടെ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരാൾ നീക്കം ചെയ്യപ്പെടുന്നു. അതൊരു സമിതിയുടെ ഒരു പാർട്ടിയുടെ നയമാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് ജനങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരായിട്ടോ മുന്നണിക്കെതിരായിട്ടോ ആ മുന്നണിയുടെയും സർക്കാരിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്നൊരു സന്ദേശമല്ലേ പുറത്തേക്ക് വരുന്നത്? അല്ല, നീക്കം ചെയ്യുക എന്ന വാക്ക് തന്നെ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ജില്ലയിൽ 4 ജില്ലകളിലാണ് ഞങ്ങൾക്ക് കൺവീനർ സ്ഥാനമുള്ളത്. അതിൽ മലപ്പുറത്ത് മാത്രമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി കൺവീനറായിട്ടുള്ളത്. അപ്പോൾ മറ്റ് 3 ജില്ലകളിൽ കൂടി കൺവീനർ സ്ഥാനം പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ തന്നെ ഏറ്റെടുക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു. അതൊരു നയപരമായ തീരുമാനമാണ്. അത് ഏതെങ്കിലും തരത്തിൽ എൻ്റെ നിലപാടിനെ തള്ളിക്കളയുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയാണല്ലോ ഈ ചുമതല ഏൽപ്പിച്ചത്. 8-10 വർഷമായി ഞാൻ ആ ചുമതല ഇരിക്കുന്നയാളാണ്. അപ്പോൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ അത് കുറേ കൂടി മുന്നണി സംവിധാനത്തിൽ കുറച്ചുകൂടി നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കും. ഈ ജില്ലാ സെക്രട്ടറിക്കൊക്കെ വലിയ ജോലികളുണ്ട്. CPM-ന് അങ്ങനെ ഒരു രീതിയില്ലല്ലോ. ജില്ലാ സെക്രട്ടറി താങ്കൾ 16 വർഷം CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് നിർവഹിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് മാത്രമായിരുന്നു ജില്ലാ സെക്രട്ടറി കൺവീനറുടെ ചുമതല വഹിച്ചത്. ബാക്കി 3 സ്ഥലങ്ങളിലും അങ്ങനെയല്ല. അപ്പോൾ KK ശിവരാമനെ മാറ്റണമെങ്കിൽ ഒരു നയപരമായ ഒരു പോളിസി കൊണ്ടുവരണം. അങ്ങനെ പോളിസി കൊണ്ടുവന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നവർ തന്നെ കൺവീനർ സ്ഥാനത്ത് ഇരിക്കട്ടെ. അങ്ങനെയാണ് ഈ വിമർശനങ്ങളെയൊക്കെ നേരിടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതി. ചില അച്ചടക്ക നടപടികൾ അങ്ങനെ എടുത്തുവെന്ന് തോന്നാത്ത വിധത്തിലൊരു നയപരമായ സമീപനം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുക. അങ്ങനെയാണോ സംഭവിച്ചത്? അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അതാണ് പ്രശ്നം. ഇല്ല, ഞാൻ 2014 LDFിൻ്റെ കൺവീനറായപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. 2022 വരെ ഞാൻ ആ സ്ഥാനത്ത് തുടർന്നു. അല്ല, ഈ സമയം വരെ 2024 വരെ ഞാൻ ആ സ്ഥാനത്ത് തുടർന്നു. അതിനിടെ 2022 ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവായി. ദീർഘമായൊരു കാലയളവിൽ ഒരുപക്ഷെ കേരളത്തിൽ CPIയുടെ ജില്ലാ സെക്രട്ടറിയായി ഇരുന്നത് ഞാനാണ്. അപ്പോൾ 2024 ആയപ്പോൾ പഴയതുപോലെ തന്നെ ഒരു മാറ്റം, പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചു. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അത് ഏതെങ്കിലും ഒരു അച്ചടക്ക നടപടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നതേയില്ല. ശരി, ശ്രീ KK ശിവരാമൻ, ഇപ്പോൾ താങ്കൾ മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു, പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് താങ്കൾക്കെതിരായിട്ടുള്ളൊരു കുറ്റമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതാണ് താങ്കൾ ഈ പറയുന്ന സാങ്കേതികത്വം അവിടെയുണ്ടെങ്കിലും അതിലൊന്ന് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട താങ്കൾ പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റൊന്ന് ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇടുക്കിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവിടുത്തെ വൻകിട കയ്യേറ്റങ്ങൾ MM മണിക്ക് അറിയില്ല എന്ന് താങ്കൾ കരുതുന്നില്ല എന്നാണ് താങ്കൾ പ്രതികരിച്ചത്. ഇത് സ്വാഭാവികമായും നിങ്ങളുടെ തന്നെ വകുപ്പാണല്ലോ, റവന്യൂ വകുപ്പ്. അപ്പോൾ റവന്യൂ മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ടാകാം. അപ്പോൾ എന്തായിരുന്നു അതിന് കിട്ടിയ മറുപടി? താങ്കളുടെ മനസ്സിലാക്കൽ പാർട്ടി എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്? അല്ല, ബാർക്കോഴ വിവാദത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ടും വായിച്ചാൽ അത് ഗവൺമെൻറ്റിനെതിരാണ് എന്നാരും പറയില്ല. അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ ശക്തമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ നിലപാടിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. അതിൻ്റെ ആദ്യ ഖണ്ഡിക മാത്രം വായിച്ചുകൊണ്ടാണ് പലരും അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അത് ഗവൺമെൻറ് നിലപാടിനെതിരായി ഞാൻ പ്രതികരിച്ചതല്ല. കയ്യേറ്റത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPIക്ക് CPM-നും 2 നിലപാടുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ 2007 ഞാൻ പറഞ്ഞല്ലോ, 2007 തന്നെ ഈ കയ്യേറ്റത്തെക്കുറിച്ച് CPIയുടെ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇടുക്കി ജില്ലയിൽ വലിയ തോതിൽ കയ്യേറ്റങ്ങളുണ്ട്. 100 കണക്കിന് ഏക്കർ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നുള്ളത് പാർട്ടിയുടെയും മുന്നണിയുടെയും പൊതു നിലപാടാണ്. പലപ്പോഴും കാര്യങ്ങൾ ആ നിലയിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാർപ്പിടമില്ലായ്മ ഒരു പ്രശ്നമായി വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് തോട്ടം തൊഴിലാളികൾക്ക് ഒരു ചെറിയ വീട് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സംവിധാനത്തിൽ സർക്കാർ ഭൂമി കയ്യേറി ഏത് വമ്പനാണെങ്കിലും കൈവശപ്പെടുത്തിയാൽ അതെല്ലാം ഏറ്റെടുക്കുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും
അത് സർക്കാർ തന്നെ തീരുമാനിച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യണം എന്നതാണ് പൊതു നിലപാട്. എന്താണ് അതിന് തടസ്സം? ശ്രീ കെ ശിവരാമൻ, ഇക്കാര്യം റവന്യൂ മന്ത്രിയോട് കൃത്യമായി ധരിപ്പിക്കുമ്പോൾ, അവിടുത്തെ വൻകിട കയ്യേറ്റങ്ങളെ കുറിച്ച് കൃത്യമായി ധരിപ്പിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് കിട്ടുന്ന മറുപടി എന്നുള്ളതാണ്. CPIക്ക് ഈ സർക്കാരിൽ എത്രത്തോളം കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നൊരു വിഷയമുണ്ടല്ലോ. അല്ല, റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് CPIയുടെ സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്, പാർട്ടിയുടെ പൊതു നിലപാട് ഇത് തന്നെയാണ്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലതരം തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ പല വമ്പന്മാരും കോടതിയിൽ പോയി സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ കേസിൻ്റെ വിധി, അന്തിമ വിധി വന്നതിന് ശേഷമേ അവരുടെ ഭൂമിയിലേക്ക് പോകാൻ സർക്കാരിന് കഴിയുന്നുള്ളൂ. അത്തരം ചിലരൊക്കെ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. അപ്പോൾ കോടതിയിലെ കേസിൻ്റെ തീർപ്പ് കൽപ്പിക്കപ്പെടണം, അതിനുശേഷമേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. അത് ബോധപൂർവ്വം കോടതി കേസ് താങ്കൾ പറയുന്നത് ശരി തന്നെ ശ്രീ കെ ശിവരാമൻ, കോടതി കേസ് ശരി തന്നെ. അതല്ലാതെ താങ്കൾ തന്നെ പറയുന്നു അവിടെ CPMനും CPIക്കും രണ്ട് നിലപാടാണ്, അവിടെ വിജയിക്കുന്നത് CPMന്റെ നിലപാടാണ് എന്ന് പറഞ്ഞാൽ താങ്കൾക്കത് നിഷേധിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ താങ്കളെ കൺവീനർ സ്ഥാനത്ത് മാറ്റുന്നതിലും ജില്ലയിലെ CPM നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കും? അല്ല, ജില്ലയിലെ CPM നേതൃത്വത്തിന് അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജില്ലയിലെ CPM നേതൃത്വത്തിൻ്റെയോ അല്ലെ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കുന്നൊരു പാർട്ടിയല്ലല്ലോ CPI പാർട്ടി. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു അർത്ഥമില്ല. ഇവിടെ CPMന്റെ ജില്ലാ നേതൃത്വവും ഞാനും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. യോജിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. LDFന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ യോജിച്ച് ചർച്ച ചെയ്യുകയും യോജിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. ശരിയാണ്. ഇപ്പൊ ഈ CPMനും CPIക്കും രണ്ട് നിലപാടുകൾ ആ കാര്യത്തിലുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ്. CPIയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CPM അല്ല. അതൊരു പാർട്ടി പ്രവർത്തകർ എന്നതിലേക്ക് താങ്കൾ ഉയർത്തിപ്പിടിക്കേണ്ട ആശയവും ആദർശവും ഒക്കെ തന്നെയാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില പൊതു താല്പര്യങ്ങൾ ഉണ്ടാകാമല്ലോ ശ്രീ ശിവരാമൻ. ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് CPMനും CPIക്കും ഇടുക്കിയിലെ ഭൂമി പ്രശ്നത്തിൽ രണ്ട് നിലപാടാണുള്ളതെന്ന്. എന്നാൽ അതേസമയം തന്നെ CPIയിൽ ഒരു വിഭാഗത്തിന് CPMനോടൊരു അടുപ്പമുണ്ടെന്നേ ആ കാര്യത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കാനത്തിൻ്റെ നിലപാടെന്താ ഈ ഇടുക്കിയിലെ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ച്? അപ്പോൾ കാനം പക്ഷത്തിന് CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണുള്ളത്. അതിനെതിരായിട്ടാണ് താങ്കൾ അവിടെ നിലപാടെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ ആ CPIയുടെ നേതൃത്വത്തിലിരിക്കുന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കുന്ന ഒരാൾക്ക് അവിടെ ഇടുക്കിയിൽ അങ്ങനെ സുഖകരമായി തുടരാൻ കഴിയുമോ? അതൊക്കെയാ പ്രശ്നം ശ്രീ ശിവരാമൻ. അല്ല, ഒന്ന് കാനം പക്ഷം എന്നൊരു പക്ഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാനം പക്ഷമില്ല, അല്ലെങ്കിൽ ബിനോയ് പക്ഷമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിനകത്ത് ആർക്കെങ്കിലും വേറെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ആ നിലയിൽ പറയാൻ എനിക്ക് കഴിയുന്ന കാര്യമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ച് ഒരേ നിലപാടായിരുന്നു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അത് ഞാൻ കൺവീനറാണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചെടുത്ത നിലപാടല്ല. അപ്പോൾ ആ നിലപാട് തന്നെ തുടരുകയും ചെയ്യും. ശ്രീ കെ ശിവരാമൻ, ഇപ്പോൾ CPMനോട് വിധേയപ്പെട്ട് നിൽക്കുന്നത് CPIയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്നു എന്ന് CPIയിലെ തന്നെ ചില അനുഭാവികൾ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നുണ്ട്. താങ്കളും ഫേസ്ബുക്കിലൂടെയാണല്ലോ താങ്കളുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അസ്തിത്വമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നിലവിൽ CPI വന്നിട്ടുണ്ടോ? ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ കുറച്ചുകൂടി CPI അഗ്രസീവ് ആയിരുന്നു. അല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. CPMനോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന ധാരണ എനിക്കില്ല. എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിലനിൽക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ തിരുത്തൽ ശക്തിയായി തന്നെ പാർട്ടി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വിധേയത്വത്തിന്റെ പ്രശ്നമില്ല. സമീപകാലത്ത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ ശിവരാമൻ. ബിനോയ് വിശ്വം ചില കാര്യങ്ങളിൽ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ലോക്സഭയിൽ നിങ്ങൾക്കൊരു അംഗം പോലും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ബലമില്ലാത്ത രീതിയിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു എന്നൊരു വിലയിരുത്തൽ CPMന്റെ താഴെ വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണോ? അല്ല, ലോകസഭയിലോ നിയമസഭയിലോ എത്ര അംഗങ്ങളുണ്ട് എന്നതല്ല ഒരു പാർട്ടിയുടെ വലിപ്പം തീരുമാനിക്കുന്നത്. ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയവുമാണ്.
അങ്ങനെ പരിശോധിച്ചാൽ CPI ആർക്കും തള്ളിക്കളയാവുന്നൊരു പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങൾക്ക് ജയിക്കാൻ ചിലപ്പോൾ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് CPI എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ടൊരു വട്ടപൂജ്യമാണ് എന്ന നിലയിൽ കാര്യങ്ങൾ കാണുന്നത് ശരിയായ കാഴ്ചപ്പാടല്ല. അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ CPIയുടെ സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ 12-13 തീയതികളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, യോഗം ചേർന്നല്ലോ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയമൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്. എത്രമാത്രം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ വിലയിരുത്തി? താങ്കളാണ് ആദ്യം സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു 4-5 പേജുള്ള ഒരു റിപ്പോർട്ടുമായി വന്നിട്ട് ഈ സംസ്ഥാനത്തെ പരാജയത്തെ വിലയിരുത്തുന്നതിൻ്റെ ഉത്തരവാദിത്ത രാഹിത്യം കാണിച്ചൊരു നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ചില കാര്യങ്ങളിൽ ബിനോയ് വിശ്വം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, SFIയുടെ വിഷയത്തിൽ, ജയരാജൻ്റെ വിഷയത്തിലൊക്കെ. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെ താങ്കൾ പറയുന്നതൊക്കെ എക്കാലത്തും തിരുത്തൽ ശക്തിയായി നിന്ന് നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നൊക്കെ നിലനിൽക്കെ അവകാശവാദം പറയുമ്പോൾ ഇപ്പോൾ ഈ തിരുത്തൽ നടപടികൾക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു? ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന ആഭ്യന്തര ചർച്ചയിൽ പോലും വേണ്ടത്ര ഉത്തരവാദിത്വം ഇപ്പോഴത്തെ നേതൃത്വം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നത് ജൂലൈ മാസം 9-10 തീയതികളിലാണ്. ശരി. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് റിവ്യൂ ചെയ്യാൻ വേണ്ടി കൗൺസിൽ കൂടുമ്പോൾ അവിടെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവിക. ആ വിമർശനങ്ങൾ ഉയർന്നു വന്നില്ലെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ വിമർശനങ്ങളെ ആ ഗൗരവത്തിൽ തന്നെ പാർട്ടി നേതൃത്വം കണ്ടിട്ടുണ്ട്. പിന്നെ പേജ് എത്ര എണ്ണ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു റിപ്പോർട്ടിൽ അത് എത്ര പേജ് ഉണ്ടെന്നുള്ളതല്ല പരിശോധിക്കേണ്ട കാര്യം, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളതാണ്. ആ ഉള്ളടക്കത്തിന് പ്രാധാന്യമുള്ള റിപ്പോർട്ട് തന്നെയാണ് അവിടെ അവതരിപ്പിച്ചത്. അതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നടന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിമാരെല്ലാവരും ചർച്ച ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തത്. 2 ദിവസം പൂർണ്ണമായിട്ട് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 50ഓളം പേർ ആ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചർച്ചകളിലെല്ലാം ഉയർന്നു വന്ന വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ അത് പാർട്ടി നേതൃത്വം വളരെ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ മറുപടി പറഞ്ഞതും. പിന്നെ മറുപടി എത്ര സമയം നീണ്ടു നിന്നു എന്നതല്ല പ്രശ്നം, വിഷയാധിഷ്ഠിതമാണല്ലോ, വിഷയങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. അത് പറയേണ്ടത് പോലെ ബിനോയ് വിശ്വം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നെ പോലെയുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ കരുതുന്നത്. പ്രസ് കോൺഫറൻസിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KK ശിവരാമൻ, താങ്കൾ 18ാം വയസ്സിൽ പാർട്ടിയിൽ ചേർന്നയാളാണ്. 16 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വലിയ ഒരു കാലയളവ് തന്നെ CPMനെ നേരിട്ടുകൊണ്ടാണ് ഇടുക്കിയിൽ CPIയെ വളർത്തിയത്. താങ്കൾ ഈ അവസാന ഈ കാലയളവിൽ, കൺവീനർ സ്ഥാനത്തുള്ള അവസാന കാലയളവിലൊക്കെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് താങ്കളുടെ എതിർ ശബ്ദങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആ സ്ഥാനം കൂടി മാറുമ്പോൾ ഈ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം അതിനൊരു കാരണമായി എന്ന പാർട്ടി വിലയിരുത്തുന്ന ഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് താങ്കളുടെ CPIയിലെ രാഷ്ട്രീയ ജീവിതം? അല്ല, പാർട്ടി അങ്ങനെ വിലയിരുത്തിയതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. എന്നോട് പാർട്ടി നേതൃത്വം അങ്ങനെ സൂചിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിലെ എൻ്റെ പ്രതികരണങ്ങളുടെ ഫലമായിട്ടാണ് എന്നെ ഇവിടെ നിന്ന് മാറ്റിയതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സ്മൃതി ശരിയായി സൂചിപ്പിച്ചതുപോലെ 18ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. മലയാളം വിദ്വാന് പഠിക്കുന്ന കാലത്ത്. അത് കഴിഞ്ഞ് വളരെ വൈകാതെ തന്നെ മുഴുവൻ സമയ പ്രവർത്തകരായി. ഇപ്പോൾ എനിക്ക് വയസ്സ് 72 54 വർഷം ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ്. എനിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനമടക്കം അത്തരം പദവികൾ തന്നതെല്ലാം പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയുടെ ഭാഗമായി തുടരുന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്. നാളെയും ഞാൻ അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. പദവികളൊന്നും ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്ഥാനമാനങ്ങളല്ല പ്രശ്നം. ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോടെ രാഷ്ട്രീയത്തോടെ എത്രത്തോളം നീതി പുലർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയത്തോടെ 100% സത്യസന്ധത പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളുകളിലും അങ്ങനെ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം തുടരുമോ ശ്രീ ശിവരാമൻ? അല്ല, തീർച്ചയായും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പ്രതികരിക്കണമല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ട സമയം ഇത് വന്നാൽ പ്രതികരിക്കേണ്ടി വരും. അതിലൊന്നും മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല, മാറ്റം വരുത്തണമെന്ന് ഞാൻ കരുതുന്നില്ല. മൂകനോ ഏകനോ ആവാൻ പറ്റില്ലല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. ആ ഭാഗമായി തുടരുമ്പോൾ തന്നെ ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും. പക്ഷെ അത് പാർട്ടിക്കെതിരായിട്ടോ മുന്നണിയുടെ താല്പര്യങ്ങൾക്കോ എതിരായിട്ടാവണമെന്നില്ല, ആവുകയുമില്ല.
ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചു നൂറ്റാണ്ട് കാലം എന്ന് പറയുന്ന ഒരു ചെറിയ പീരീഡ് അല്ല. താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ജീവിതമാണ്, പാർട്ടി പ്രവർത്തനമാണ് താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത്. താങ്കൾ തന്നെ പറഞ്ഞു പല സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുണ്ട്. 16 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നെ LDFിൻ്റെ കൺവീനറായിരുന്നു. നോക്കൂ, ഇത്തരം അനുഭവ പരിചയമുള്ള നേതാക്കളെ നേതൃത്വത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു രീതിയോടെ താങ്കൾ സംസ്ഥാന സമിതി അംഗമാണ്. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇത്തരം അനുഭവ പരിചയമുള്ള ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മ കൂടി ആയിരിക്കണമല്ലോ. പ്രത്യേകിച്ച് താങ്കൾ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ഒരു നേതാവ് കൂടെയാണ്. അവിടെ ഒട്ടേറെ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ആ രീതിയിലൊന്നും താങ്കൾ പാർട്ടിയുടെ ഉന്നതമായൊരു മേഖലയിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ചോദ്യം, താങ്കൾ നേരത്തെ പറഞ്ഞു കാനം പക്ഷം എന്നൊരു പക്ഷമൊന്നുമില്ല എന്ന്. അത് ഒരു എല്ലാ CPI-കാരും പറയുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ CPM-ൽ വിഭാഗീയതയുണ്ടെന്നൊക്കെ പിൽക്കാലത്താണല്ലോ CPM തന്നെ പരസ്യമായി അംഗീകരിച്ചിട്ടുള്ളത്. CPI-ൽ വിഭാഗീയതയില്ല, രണ്ട് പക്ഷമില്ല, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കാനത്തിൻ്റെ ഒസ്യത്തുകളാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന മട്ടിൽ പോലും പ്രസംഗങ്ങളുണ്ടായല്ലോ അതിനകത്ത്. കാനത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തിനെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം രാജ്യസഭാംഗമായിട്ട് PP സുനിലിനെ എടുക്കുന്നതും കാനത്തിൻ്റെ ഒരു ഇംഗിതം നടപ്പാക്കുന്നു എന്നുള്ള നിലയ്ക്കൊക്കെയാണ്. ആ പക്ഷത്തിന് എതിർപക്ഷത്ത് നിന്നതുകൊണ്ടാണോ താങ്കൾ അനഭിമതനായി മാറിയത് പാർട്ടിയിൽ? ഒന്ന്, ഞാൻ അനഭിമതനായി മാറി എന്ന വിലയിരുത്തലിനോട് എനിക്ക് യോജിപ്പില്ല. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ 2 ടൈമിൽ ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുണ്ട്. എക്സിക്യൂട്ടീവിൽ ഞാൻ ഇരുന്നിട്ടുമുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറിയായി എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അങ്ങനെ ഒരു ബിനോയ് സെക്രട്ടറി അവിടെ വന്ന ഒരു കാഴ്ചപ്പാട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റേതാണ്. അതായത് കാനത്തിൻ്റെ ഒസ്യത്തോ അല്ലെങ്കിൽ കാനത്തിൻ്റെ ഒരു ഇംഗിതവും അങ്ങനെ കാണേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഇവിടെ ബിനോയ് വിശ്വം പാർട്ടി ഏകകണ്ഠമായി ബിനോയ് വിശ്വത്തെ സെക്രട്ടറി തിരഞ്ഞെടുത്തു. പാർട്ടി സംസ്ഥാന കൗൺസിലിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഒരവസരവും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ നിലയിൽ കാണുന്നതാണ് നല്ലതെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീ KK ശിവരാമൻ, ഈ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ ഒന്നുകിൽ നിശബ്ദരാക്കും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകാതെ അവരെ മാറ്റി നിർത്തും. ഇതിപ്പോൾ പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കൾക്ക് അത്തരം അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രകാശ് ബാബു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണത്. അപ്പോൾ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി നിർത്തി എന്ന് പറയുന്നതിനും ഇതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുക? അല്ല, രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണല്ലോ പ്രകാശ് ബാബു. അല്ല, രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാവുന്ന ആൾ തന്നെയാണ്. അതിന് സർവ്വതാ യോഗ്യനുമാണ് പ്രകാശ് ബാബു. പക്ഷേ പ്രകാശ് ബാബുവിന് MLA എന്നല്ല, രണ്ട് തവണ MLA ആയിരുന്നു അദ്ദേഹം. അത്തരം സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം. താരതമ്യേന ഒരു പുതിയ ആൾ വരട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹവും ആദ്യമായിട്ടാണല്ലോ ആളുകൾ ഇങ്ങനെ വരുന്നത്. ഇരുന്ന് പരിചയമുള്ള ആളുകളെ തന്നെയല്ലല്ലോ വീണ്ടും വീണ്ടും എടുക്കേണ്ടത്. അപ്പോൾ ഇത്തവണ സുനീർ വരട്ടെ എന്ന് പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ മറ്റൊന്നും കാണേണ്ടതില്ല. പാർട്ടിയുടെ വിഭാഗീയതയുടെ പ്രശ്നം അതിനെ ആ നിലയിൽ കാണേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങയുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങയെ ഇടുക്കി ജില്ലയിലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങയെ മാറ്റിയത് പാർട്ടി എടുത്ത ഒരു നയത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രമാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. അത്ര നിഷ്കളങ്കമാണ് അത് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു. 1. 2, താങ്കൾ മുന്നണിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളോടൊരു വിയോജിപ്പും സംസ്ഥാന നേതൃത്വത്തിനില്ല. അതൊക്കെ മാനിക്കുന്ന ഒരു നേതൃത്വമാണുള്ളത് എന്നും താങ്കൾ നിഷ്കളങ്കമായി വിചാരിക്കുന്നു. 3, താങ്കളോട് ഇടുക്കി ജില്ലയിലെ CPM-നോ MM മണിക്കോ അല്ലെങ്കിൽ സംസ്ഥാന CPM-നോ യാതൊരു വിയോജിപ്പുകളുമില്ല, നല്ല സൗഹൃദമാണ് അവർക്കുള്ളത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് താങ്കളുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ശരിയാണോ? അല്ലപ്പോൾ അതൊക്കെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കും. മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സൗഹൃദം എന്ന് പറയുമ്പോൾ CPM-ഉം CPI-യും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇടുക്കിയിലും ഉണ്ടായിട്ടുണ്ട്. നാളെ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മറ്റു 2 കാര്യങ്ങളും. നിഷ്കളങ്കമായി പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ഒരു ചർച്ചയിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ശരി, ശ്രീ കെ ശിവരാമൻ, അപ്പോൾ താങ്കളുടെ വ്യത്യസ്ത നിലപാടുകൾ അത് പാർട്ടിയുടേതും മുന്നണിയുടേതും വിഭിന്നമല്ല എന്ന് താങ്കൾ പറയുമ്പോഴും പലപ്പോഴും ഒറ്റയ്ക്കുള്ള ശബ്ദങ്ങളാണ് കേട്ടിട്ടുള്ളത്. ആ ശബ്ദം തുടരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്കൾ ഫേസ്ബുക്കിലൂടെ താങ്കളുടെ കൃത്യമായ നിലപാടുകൾ വേണ്ട വിഷയങ്ങളിൽ താങ്കൾ പറഞ്ഞല്ലോ ഏകനും മൂകനുമായി ഇരിക്കില്ല എന്ന്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ തുടരാൻ താങ്കൾക്ക് സാധിക്കട്ടെ. ഈ CPIയിലെ രാഷ്ട്രീയ ജീവിതം താങ്കൾക്ക് തുടരാൻ സാധിക്കട്ടെ. വളരെ നന്ദി ശ്രീ കെ ശിവരാമൻ പ്രസ് കോൺഫറൻസിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു വെരി മച്ച്.